കൃഷി മാസ്റ്ററിൻ്റെ പുതിയൊരു ലക്കത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ അടുക്കളത്തോട്ടത്തിലെ എല്ലാ പച്ചക്കറികളും നല്ല പോലെ വളർന്ന് നിറയെ പൂവിട്ട് കായ്ഫലം ലഭിക്കാനായി ഞാൻ സ്ഥിരമായി ഉണ്ടാക്കുന്ന, അതും നമുക്ക് തന്നെ വളരെ ഈസിയായി വീടുകളിൽ തയ്യാറാക്കാൻ കഴിയുന്ന ഒരു ജൈവ മിശ്രിതമാണ് ഇന്ന് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. ഇത് നമുക്ക് എല്ലാവർക്കും വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു ജൈവ വളമാണ്. ഇത് തയ്യാറാക്കാനായിട്ട് വേണ്ടത് കടലപ്പിണ്ണക്കാണ്. ഞാനിവിടെ 1/2 കിലോ കടലപ്പിണ്ണാക്കാണ് എടുക്കുന്നത്. നിങ്ങളുടെ തോട്ടത്തിലെ കൃഷികളുടെ എണ്ണത്തിനനുസരിച്ച് കടലപ്പിണ്ണാക്ക് കൂട്ടിയും കുറച്ചും ഒക്കെ നമുക്ക് എടുക്കാവുന്നതാണ്. 1/2 കിലോ കടലപ്പിണ്ണാക്ക് കൊണ്ട് ഇത് തയ്യാറാക്കിയാൽ ഏകദേശം 15 ലിറ്റർ ജൈവ മിശ്രിതം നമുക്ക് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. കടലപ്പിണ്ണാക്ക് മിക്കവാറും പലചരക്ക് കടകളിലൊക്കെ വാങ്ങിക്കാൻ കിട്ടുന്ന ഒന്നാണ്. 1 കിലോക്ക് 55 രൂപയോളമാണ് വില വരുന്നത്. അപ്പോൾ 1/2 കിലോ കടലപ്പിണ്ണാക്ക് എടുത്ത് 1 ലിറ്റർ വെള്ളത്തിൽ ഒന്ന് കുതിർത്തി വെക്കണം. ഒരു 5-6 മണിക്കൂർ നേരം കുതിർത്തി വെച്ചോളൂ. ഞാൻ സാധാരണയായി കടലപ്പിണ്ണാക്ക് വൈകിട്ട് കുതിർത്തി വെച്ച് രാവിലെയാണ് എടുക്കാറ്. അതിനുശേഷം നല്ല പോലെ ഒന്ന് ഇളക്കി മിക്സാക്കി എടുക്കണം. ചിലപ്പോൾ ചെറുതായി ഒരു പുളിച്ച സ്മെല്ലുണ്ടാവാൻ സാധ്യതയുണ്ട്. ഇതിലേക്ക് ശർക്കര ഉണ്ടെങ്കിൽ ഒരച്ച് ശർക്കര കൂടി ചേർത്ത് കൊടുക്കുന്നത് വളരെ നല്ലതാണ്. ഇങ്ങനെ തയ്യാറാക്കിയ കൂട്ട് 5 ദിവസത്തേക്ക് തണലുള്ള സ്ഥലത്തേക്കൊന്ന് മാറ്റി വെക്കണം. ദിവസവും രാവിലെയും വൈകുന്നേരവും നന്നായി ഇളക്കി കൊടുക്കാൻ മറക്കരുത്. 5 ദിവസത്തിന് ശേഷം ഇതിലേക്ക് 15 ലിറ്റർ വെള്ളം ചേർത്ത് നേർപ്പിച്ചതിന് ശേഷം എല്ലാ പച്ചക്കറി ചെടികളുടെയും ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. ഇത് ചെടികൾക്ക് ഒഴിച്ചു കൊടുക്കുന്നത് കൊണ്ട് രോഗപ്രതിരോധ ശേഷി വർദ്ധിക്കുകയും മുളക് ചെടിയും വഴുതനയും മറ്റെല്ലാ പച്ചക്കറികളും അതുപോലെ പൂന്തോട്ടത്തിലെ പൂച്ചെടികളുടെയും വേരുപിടുത്തം മെച്ചപ്പെടുത്തുന്നതോടൊപ്പം ധാരാളം കായ്ഫലം ലഭിക്കുകയും ചെയ്യും. ഇതോടൊപ്പം നമ്മൾ ശ്രദ്ധിക്കാനുള്ളത് ഒരു കാര്യം, കടലപ്പിണ്ണാക്ക് ഒരിക്കലും നേരിട്ട് മണ്ണിൽ ഇട്ട് കൊടുക്കരുത്. കാരണം ഉറുമ്പുകളും പെരിച്ചാഴികളും ചെടിയുടെ തടം തുരന്ന് നശിപ്പിച്ച് കളയും. അതുപോലെ 5 ദിവസം കഴിഞ്ഞ് ഇത് ഉപയോഗിക്കാനായി എടുക്കുമ്പോൾ നേരത്തെ പറഞ്ഞ പോലെ മിശ്രിതത്തിന് ദുർഗന്ധം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അങ്ങനെ സ്മെല്ല് ഇല്ലാതിരിക്കാനാണ് അല്പം ശർക്കര ചേർക്കാൻ പറഞ്ഞത്. ഇങ്ങനെ തയ്യാറാക്കിയ ജൈവ സ്ലറി 2 ആഴ്ചയിൽ ഒരിക്കൽ ചെടികൾക്ക് നൽകാവുന്നതാണ്. ചെറിയ തൈകൾക്കാണ് നൽകുന്നതെങ്കിൽ 20 ഇരട്ടി വെള്ളം ചേർത്ത് ഒഴിച്ചു കൊടുക്കുന്നതാണ് നല്ലത്. ചെടികളുടെ വേര് നല്ലപോലെ പിടിക്കാനും വളർച്ച എളുപ്പമാക്കാനും ഇത് സാധിക്കും. ഇനി ഇത് വലിയ ചെടികൾക്കാണ് നമ്മൾ കൊടുക്കുന്നതെങ്കിൽ 15 ഇരട്ടി വെള്ളം ചേർത്ത് ഉപയോഗിച്ചാൽ മതി. ഇതോടൊപ്പം ഒരു സംശയം ഒന്ന് ക്ലിയർ ആക്കാനുണ്ട്. അതായത്, എന്തിനാണ് കടലപ്പിണ്ണാക്ക് പുളിപ്പിക്കുന്നത്, അതുകൊണ്ടുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് പലരും ചോദിക്കാറുണ്ട്. ഒരു ചെടിക്കും ഖരരൂപത്തിലുള്ള ഒരു ആഹാരവും കഴിക്കാൻ പറ്റില്ല എന്ന് നമുക്കറിയാവുന്നതാണ്. ദ്രാവക രൂപത്തിലുള്ളതാണ് ആവശ്യം. മാത്രമല്ല, കടലപ്പിണ്ണാക്ക് പുളിപ്പിക്കുമ്പോൾ ചെടികളുടെ വളർച്ചയെ സഹായിക്കുന്ന സൂക്ഷ്മാണുക്കൾ ലക്ഷക്കണക്കിന് ഉണ്ടാവും. എന്നാൽ അതിൽ അടങ്ങിയിരിക്കുന്ന മൂലകങ്ങളൊന്നും നഷ്ടമാവുകയുമില്ല. ഇത് പച്ചക്കറി ചെടികൾക്ക് വെയിൽ കുറഞ്ഞ സമയങ്ങളിൽ രാവിലെയോ വൈകുന്നേരങ്ങളിലോ ഒഴിച്ചു കൊടുക്കുന്നതാണ് നല്ലത്. ചെടികൾക്ക് എപ്പോഴും ദ്രാവക രൂപത്തിലുള്ള വളങ്ങൾ കൊടുക്കുന്നതാണ് എന്ന് പറഞ്ഞുവല്ലോ. കടലപ്പിണ്ണാക്ക് പോലെ തന്നെ നമുക്ക് ഉണ്ടാക്കി ചെടികൾക്ക് കൊടുക്കാൻ പറ്റുന്ന മറ്റു വളങ്ങളാണ് ഫിഷ് അമിനോ ആസിഡ്. മീനും ശർക്കരയും ചേർത്ത് ഉണ്ടാക്കുന്നതാണ് ഫിഷ് അമിനോ ആസിഡ്. നൈട്രജൻ, ഫോസ്ഫറസ് എന്നിവയുടെ കലവറയാണ് ഇത്. അതുപോലെ തന്നെ മുട്ടയും ശർക്കരയും നാരങ്ങാനീരും ചേർത്തുണ്ടാക്കുന്ന എഗ് അമിനോ ആസിഡ് ചെടികൾക്ക് ആവശ്യമായ കാൽസ്യം നൽകുകയും അതോടൊപ്പം പൂക്കൾ കൊഴിയുന്നത് തടയാനും കായ്ഫലം കൂട്ടാനും സഹായിക്കും. അപ്പോൾ രാസവളങ്ങൾ ഒഴിവാക്കി പ്രകൃതിദത്തമായ രീതിയിൽ ചെടികൾക്ക് പെട്ടെന്ന് ഊർജ്ജം ലഭിക്കുവാൻ ദ്രാവക രൂപത്തിലുള്ള ജൈവവളങ്ങളാണ് ഏറ്റവും മികച്ചത്. മണ്ണിൽ നേരിട്ട് ചേർക്കുന്ന കട്ടിയുള്ള വളങ്ങളെക്കാൾ വേഗത്തിൽ ഇവ വേരുകളിലൂടെയും ഇലകളിലൂടെയും ചെടികളിലേക്ക് പെട്ടെന്ന് എത്തുന്നു. പുതിയ തൈകൾ നടുമ്പോഴും പൂവിടുമ്പോഴും കായ്ക്കുമ്പോഴുമൊക്കെ ചെടികൾക്ക് ആവശ്യമായ പോഷകങ്ങൾ പെട്ടെന്ന് ലഭ്യമാക്കാൻ ഇത്തരം വളങ്ങൾ ഏറെ ഫലപ്രദമാണ്. അപ്പോൾ നിങ്ങളും ഇതേപോലെയുള്ള ദ്രാവക രൂപത്തിലുള്ള ജൈവ സ്ലറികൾ ഉണ്ടാക്കി 2 ആഴ്ച തോറും ചെടികൾക്ക് ഒഴിച്ചു കൊടുത്തു നോക്കൂ. ഒരു സംശയം വേണ്ട, ചെടികളെല്ലാം അടിപൊളിയായി തഴച്ചു വളർന്ന് നിറയെ കായ്ഫലം ലഭിക്കും. വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമെന്ന് കരുതട്ടെ. നിങ്ങൾ യൂട്യൂബിലാണ് വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തും, അതല്ല ഫേസ്ബുക്കിലാണ് കാണുന്നതെങ്കിൽ ഫോളോ ചെയ്തും സഹകരിക്കുമല്ലോ. ഇനി മറ്റൊരു കൃഷി ടിപ്സുമായി വീണ്ടും കാണാം. ഓക്കെ, താങ്ക് യു.